പൊതുവെ മലയാളികൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ ബാങ്ക് എഫ് ഡി വേണോ അതോ മ്യൂച്വൽ ഫണ്ട് വേണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ബാങ്ക് എഫ് ഡിയും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം. ബാങ്ക് എഫ് ഡി എന്ന് പറയുമ്പോൾ നമുക്കൊരു 6% ഒരു ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. പൊതുവെ സ്റ്റേബിൾ ഇൻകം ആണ്, റിസ്ക് പൊതുവെ കുറവാണ്, ലിക്വിഡിറ്റി ഹൈ ലിക്വിഡിറ്റി ആണ്, കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാഷ് ആയിട്ട് നമുക്ക് മാറ്റാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു 13% വരെ റിട്ടേൺ പൊതുവെ കിട്ടാറുണ്ട്. കൂടാതെ തന്നെ നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ആണ്. പിന്നെ മാർക്കറ്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് അനുസരിച്ച് ഇതിൽ നെഗറ്റീവ് റിട്ടേൺ ചില സമയത്ത് വന്നേക്കാൾ. എന്നാലോ നല്ല രീതിയിലുള്ള റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ട് ബെറ്റർ ആണ്. ഞാൻ ചെറിയൊരു കാൽക്കുലേഷനിലൂടെ ഇതിന്റെ ഒരു പ്രധാന വ്യത്യാസം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഒരു വ്യക്തി 3 വർഷത്തേക്ക് മന്ത്ലി 10,000 രൂപ വീതം 6% ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫണ്ടിലേക്ക് സ്ഥിരമായിട്ട് നിക്ഷേപിക്കുകയാണെന്ന് കരുതുക. ഇപ്രകാരമായിരിക്കും അദ്ദേഹത്തിന്റെ റിട്ടേൺ. 10,000 രൂപ മന്ത്ലി 3 വർഷം എന്ന് പറയുമ്പോൾ 36 മാസം വരും. അപ്പൊ ഏകദേശം ഒരു 3.6 lakh ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. 6% ആണ് ഇതിന്റെ ഇൻട്രസ്റ്റ്. അപ്പൊ ഏകദേശം ഒരു 33,000 രൂപയാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഓൾ ടുഗദർ ഒരു 3.93 lakh, അതായത് 3,93,000 രൂപയായിരിക്കും ബാങ്കിൽ 6% ഇൻട്രസ്റ്റിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ കിട്ടുന്നത്. ഇത് മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഈ 6% സ്ഥാനത്ത് ഓൾമോസ്റ്റ് ഒരു 13% വരെ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു 33,000 രൂപയ്ക്ക് പകരം 70,000 രൂപയാകും. 3.93 പകരം ഏകദേശം ഒരു 4.3 lakh ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബാങ്കിലെ എഫ് ഡി ലിക്വിഡിറ്റി ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഫ് ഡി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ ആ ഒരു മ്യൂച്വൽ ഫണ്ട് എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എക്സിറ്റ് ലോഡ് വരും. ഒരു വർഷത്തിന് ശേഷം എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിറ്റ് ലോഡ് വരില്ല. പക്ഷെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ ആവണം. അതായത് മാർക്കറ്റ് ഹയർ ലെവലിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന റിട്ടേൺ കിട്ടുക എന്നുള്ളതുകൂടി ഓർമ്മിക്കുക.